കൊച്ചിയിൽ സംവിധായകർ പ്രതിയായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രധാനിയെ തേടി എക്സൈസ്. സിനിമാക്കാർക്ക് പുറമെ കേസിൽ 2 പേർക്ക് കൂടി പങ്കുണ്ട് എന്നാണ് വിവരം. കോയമ്പത്തൂരിൽ താമസിക്കുന്ന മലയാളിയെ ചോദ്യം ചെയ്തു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇതിൽ കൂടുതൽ പേരുടെ പങ്കാളിത്തമുണ്ട് എന്നുള്ള കാര്യം നേരത്തെ എക്സൈസ് വ്യക്തമാക്കിയതാണ്. ഇതാരാണ് ഇവർക്ക് എത്തിച്ചു നൽകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാനുണ്ടായിരുന്നു. അന്വേഷണം ഏത് ഘട്ടം വരെ മുന്നോട്ട് പോയിട്ടുണ്ട് വിഷ്ണു? അന്വേഷണം കാര്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് 4 സിനിമാ പ്രവർത്തകരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അത് ഖാലിദ് റഹ്മാൻ, അഷറഫ് ഹംസ, അതോടൊപ്പം തന്നെ അവരുടെ സുഹൃത്ത്, അന്ന് ഫ്ളാറ്റിലുണ്ടായിരുന്ന ഓസ്ട്രേലിയ സ്വദേശി, ഒപ്പം സമീർ താഹിർ, 4 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇവർക്ക് എവിടെ നിന്ന് കഞ്ചാവ് ലഭിച്ചു എന്നുള്ളതാണ് എക്സൈസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചത്. അതിൽ ഇവർക്ക് നമ്പർ കൈമാറിയത് കോയമ്പത്തൂരുള്ള ഒരു മലയാളിയാണെന്ന് സ്ഥിരീകരിക്കുകയും അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ അയാൾക്ക് ഈ കേസുമായി ബന്ധമില്ല. ഈ നമ്പർ കൈമാറുക, സുഹൃത്തിന് നമ്പർ കൈമാറുക മാത്രമാണ് ചെയ്തത്. ഈ നമ്പറിന്റെ ഉടമയാണ് യഥാർത്ഥത്തിൽ ഈ സംവിധായകർക്കും അതോടൊപ്പം തന്നെ അവരുടെ സുഹൃത്തിനും കഞ്ചാവ് കൈമാറിയതെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. പക്ഷേ ഈ അഞ്ചാമനെ കണ്ടെത്താൻ എക്സൈസിന് ഇതുവരെ ആയിട്ടില്ല. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് എക്സൈസ് ഉള്ളത്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1.5 ഗ്രാം കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവാണ് ഈ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്ന് ഖാലിദ് റഹ്മാനെ അതോടൊപ്പം തന്നെ അഷ്റഫ് ഹംസയും അടക്കമുള്ള സംവിധായകരെ ഇത് ഉപയോഗിക്കുന്നതിൽ പിടികൂടുകയും ചെയ്തത്. അതുകൊണ്ട് ഈ ഗ്രാം ഇത്ര കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കാം, ഒരു കുറ്റപത്രം നൽകാം എന്നൊരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. അതിൽ ഏറ്റവും നിർണായകമാകുക ഈ അടുത്തയാളെ പിടികൂടി അയാളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അയാളാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി എക്സൈസ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.